അഭിക്ക് ഒരു മുട്ടം പണി കൊടുത്തിരിക്കുകയാണ് നവ്യ. പുളിയമ്മാവിൻ്റെ മണ്ടയിൽ അഭിയെ കയറ്റി വിടുകയാണ്. മാങ്ങ വേണം മാങ്ങ വേണം എന്നുള്ള നമ്മുടെ നവ്യയുടെ നിരന്തരമായ ആവശ്യത്തിന് മേൽ നമ്മുടെ അഭി പെട്ടുപോയിരിക്കുകയാണ്. അഭി ഒരു മുട്ട മാവിൻ്റെ മണ്ടയിൽ കയറിയിരിക്കുകയാണ്. പക്ഷേ മാവിൻ്റെ ഉടമസ്ഥൻ നമ്മുടെ അഭിയെ തോട്ടിക്കൊണ്ട് കുത്തിയിടാനായിട്ട് ഇങ്ങനെ കച്ചകെട്ടി നിൽക്കുകയാണ്. അതിലേക്കൊക്കെ പോവാം. അതിനു മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കനകയാണ്. കനക നമ്മുടെ ദേവയാനിയുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, ആദർശ് മോൻ്റെ അമ്മ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അവരുടെ ബെഡ്റൂമിൽ നടക്കുന്ന കാര്യമൊക്കെ വലിയ സങ്കടത്തിലുള്ളതാണ്, വളരെ പരിതാപകരമാണ് എന്നൊക്കെ പറയുകയാണ്. ഞാൻ എൻ്റെ മകളുടെ സങ്കടം എനിക്ക് മനസ്സിലാവും. അവരുടെ ആ ഒരു രീതിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അവർ ശരിക്കും ദമ്പതിമാരെ പോലെ അല്ല ജീവിക്കുന്നതെന്ന്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഞാൻ അവരുടെ കിടപ്പുമുറിയുടെ ആ ഭാഗത്ത് ചെന്ന് നിന്നപ്പോൾ ചില വേദനിപ്പിക്കുന്ന ചില കാഴ്ചകൾ എനിക്ക് കാണേണ്ടതായിട്ട് വന്നു ആദർശിൻ്റെ അമ്മേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, സ്വന്തം മകളുടെ ബെഡ്റൂമിൻ്റെ മുന്നിലാണോ ചെന്ന് ഒളിഞ്ഞു നിന്ന് നോക്കേണ്ടത്? ഇത്രയ്ക്കുള്ള നിലവാരേ ഉള്ളോ നിങ്ങൾക്ക് എന്നിങ്ങനെ പറയുകയാണ്. അല്ല, നീ ഒളിഞ്ഞു നിന്ന് നോക്കിയപ്പോൾ നീ എന്താ കണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കനക പറയാണ്, ഞാൻ കണ്ടതൊന്നും ഇപ്പോൾ ആദർശ് മോൻ്റെ അമ്മയോട് പറയുന്നില്ല. അതൊക്കെ എൻ്റെ മനസ്സിൽ തന്നെയുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ ഭർത്താവിൽ നിന്നും കിട്ടേണ്ട സ്നേഹവും പരിഗണനയും ഒന്നും കിട്ടിയില്ലെങ്കിൽ അത് അവൾക്ക് മരിക്കുന്നതിന് തുല്യം സങ്കടമാണ്. ഒരു വിവാഹം കഴിഞ്ഞ പെൺകുട്ടിക്ക് വിവാഹ ജീവിതത്തെ ഒരു സന്തതി എന്നല്ല, സന്തതികളും കുടുംബവും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനായിരിക്കും അവൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് നിഷേധിക്കുക എന്ന് പറയുന്നത് അവളെ കൊല്ലുന്നതിന് തുല്യമാണ് ആദർശ് മോൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കനക ഇങ്ങനെ കരയുകയാണ്. ദേവയാനിക്കാണെങ്കിൽ അതൊന്നും കേട്ടിട്ട് ഒട്ടും ദഹിക്കുന്നില്ല. ദേവയാനി ഇങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്, കണ്ണും തള്ളിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്ത് പിന്നീട് നമ്മുടെ നവ്യയാണ് കാണിക്കുന്നത്. നവ്യ ഇങ്ങനെ ഒരേ ഇരിപ്പ് ഇങ്ങനെ ഇരിക്കുകയാണ്, കാലുമേ കാലും കയറ്റി വെച്ചിട്ട് ഇങ്ങനെ മൊബൈൽ ഫോൺ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് വരികയാണ്. ജലജ വന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്തിനാടി എന്നെ മൊബൈൽ ഫോണിൽ വിളിക്കുന്നത്? ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിനക്ക് എന്നോട് വന്ന് ചോദിച്ചൂടെ? നീ എന്തിനാ ഫോണിൽ വിളിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നവ്യ പറയുകയാണ്, ഞാൻ പിന്നെ ഫോണിൽ വിളിക്കാതെ ഇത്രയും വലിയൊരു വീട്ടിൽ നിങ്ങളെ തിരക്കി ഞാൻ എവിടെയൊക്കെ പോകണം? നിങ്ങൾ ഏത് കോണിലാണ് നിൽക്കുന്നതെന്ന് ഞാനെങ്ങനെ അറിയാനാണ്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ മൊബൈലിൽ വിളിച്ചത്. എന്താ നീ വിളിച്ചതിൻ്റെ കാര്യം? വിളിച്ചതിന് കാര്യമൊക്കെ ഉണ്ട്. അല്ല, എൻ്റെ ഈ സാരി എങ്ങനെയുണ്ട്? ഓ, എനിക്കറിഞ്ഞൂടാ. നിങ്ങൾക്ക് അറിയത്തില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് അഭിയും കൂടി വരികയാണ്. അപ്പോൾ ആ സമയത്തിന് നവ്യ പറയണം, എടാ നീ പോയി മുറിയിൽ പോയിട്ട് എനിക്ക് കഴിക്കാനുള്ള ഗുളിക എടുത്തുകൊണ്ട് വാ എന്ന് പറയുകയാണ്. എന്നിട്ട് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ജലജയോട് പറയുകയാണ്, എനിക്ക് കുടിക്കാൻ വെള്ളം കൊണ്ടുവരാൻ പറയുകയാണ്. അപ്പോൾ ജലജയ്ക്കാണെങ്കിൽ ദേഷ്യം വരികയാണ്. ജലജ എന്നാലും പോയി വെള്ളം എടുക്കാനൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ അഭി ഗുളികയും കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മുടെ നവ്യ ആ ഗുളിക വാങ്ങിയിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഡേറ്റ് കഴിഞ്ഞതാണ്. അപ്പോൾ നവ്യ ചോദിക്കണം, നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് മനഃപൂർവ്വമല്ലേ എനിക്ക് ഡേറ്റ് കഴിഞ്ഞ ഗുളിക തരുന്നത്? എന്തിനാണെന്നൊക്കെ എനിക്കറിയാം. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ലത്. നിങ്ങൾ മനഃപൂർവ്വമല്ലേ ഇത് ചെയ്തത് എന്ന് ചോദിക്കണം. അപ്പോൾ അഭി പറയണം, ആരാ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞ ഗുളികയാണെന്ന്? ദേ നോക്ക് എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങ് ഗുളിയെ അങ്ങ് അഭിയുടെ കൈ കൊടുക്കുകയാണ്. അങ്ങനെ അഭിയും നമ്മുടെ ജലജയും കൂടി ചേർന്നിട്ട് ഗുളിയെ പരിശോധിക്കുമ്പോൾ ഡേറ്റ് കഴിഞ്ഞതാണെന്ന് അവർക്ക് ബോധ്യമാവുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ നവ്യ അടുത്ത തറ ഡയലോഗ് കാണിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നവ്യ എഴുന്നേറ്റിട്ട് നവ്യയുടെ മൊബൈൽ എടുക്കുകയാണ്. എന്നിട്ട് അതിങ്ങനെ വീഡിയോ എടുക്കുകയാണ്. വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. വീഡിയോ എടുത്തിട്ട് സോറി ഇത് കണ്ടില്ലേ, വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, കണ്ടില്ലേ സുഹൃത്തുക്കളെ, എൻ്റെ ലൈവ് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ അമ്മയും എൻ്റെ ഭർത്താവും കൂടി ചേർന്ന് എനിക്ക് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് എനിക്ക് തന്നിരിക്കുകയാണ്, എൻ്റെ വയറ്റിൽ വളരുന്ന എൻ്റെ കുഞ്ഞിനെയും എന്നെയും കൂടി ഇല്ലാതാക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ലൈവ് പോകുന്നതായിട്ട് കാണിക്കുന്നെങ്കിലും വീഡിയോ എടുക്കുന്നത് പോലെയൊക്കെയാണ് കാണിക്കുന്നത്. എന്താണോ എന്തോ. അങ്ങനെ നമ്മുടെ നവ്യ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇവരെ നിങ്ങൾ കണ്ടോളൂ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ മൊബൈൽ ഇവർക്ക് നേരെ ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ജലജയും അഭിയും ഇങ്ങനെയൊക്കെ ആക്കുന്നു. എന്താ കാണിക്കുന്നത് വീഡിയോ ഒന്നും എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ പൊത്തയാണ്. അപ്പോൾ ആ സമയത്തിന് നവ്യ അതിനുശേഷം നൈസിന് ഫോണങ്ങ് കയ്യിൽ വെക്കുകയാണ്. അതിനുശേഷം നവ്യ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് അഭിയോട് പറയണം, എടാ എൻ്റെ കാലിനൊക്കെ നല്ല വേദന, ഈ കാലൊന്ന് തിരുമ എന്ന് പറയാണ്. അപ്പോൾ അഭി പറയുകയാണ്,
കാല് തിരുമാനോ ഞാനോ? പിന്നെ അല്ലാതെ നീ തിരുമണമെന്ന് പറഞ്ഞാൽ നീ തിരുമിയേ പറ്റൂ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അഫി നിലത്തിരുന്ന് കാല് തിരുമാനായിട്ട് തുടങ്ങുമ്പോൾ നവ്യ പറയുകയാണ്, എടാ ഒരു മയത്തിനൊക്കെ തിരുമ, നീ എന്താ നിൻ്റെ ദേഷ്യം മുഴുവൻ എൻ്റെ കാലിനോടാണോ തീർക്കുന്നത്? ഇത് സോഫ്റ്റായിട്ട് തിരുമ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ അഭി അവിടെ ഇരുന്ന് ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ തിരുമിക്കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതേ സമയത്ത് താഴെയാണെങ്കിൽ പൂജയുടെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജോത്സ്യർ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ജോത്സ്യർ വന്നിട്ട് നമ്മുടെ നയനയോട് പറയുകയാണ്, പൂജാമുറിയിൽ വിത്തിരിപ്പുണ്ട്, അതെടുത്തിട്ട് വരാൻ പറയുകയാണ്. അങ്ങനെ നയനെ കൊണ്ടുവരികയാണ്. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശി എല്ലാവരും ഇങ്ങനെ തൊഴുകൈകളോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ പൂജാരി പറയുകയാണ്, ഈ വിത്ത് 2 ദിവസം കഴിഞ്ഞ് മുള പൊട്ടുകയാണെങ്കിൽ പിന്നെ അനിയും അനാമികയും തമ്മിലുള്ള വിവാഹത്തിന് ഒരു തടസ്സവും ഇല്ല. കാരണം ഇപ്പോൾ നല്ലൊരു തടസ്സം കാണുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ കനകയ്ക്ക് ടെൻഷൻ ആവുകയാണ് അത് കേൾക്കുമ്പോൾ. ഇവർ തമ്മിലുള്ള വിവാഹത്തിന് നല്ല തടസ്സം കാണുന്നുണ്ട്. പക്ഷേ ഈ 2 ദിവസം കഴിയുമ്പോൾ ഈ നെല്ലുകൾ മുള പൊട്ടുവാണെങ്കിൽ പേടിക്കേണ്ട, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് മുള പൊട്ടിയില്ലെന്നുണ്ടെങ്കിൽ ആ വിവാഹവുമായിട്ട് മുന്നോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത്. അവർ തമ്മിൽ ഒരിക്കലും സ്വരച്ചേർച്ച ഉണ്ടാവില്ല, നല്ല ജീവിത പങ്കാളികളാവില്ല അവർ എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും വിഷമമാവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അനി മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര ഒരിക്കലും ആ വിത്ത് മുള പൊട്ടല്ലേ എന്നിങ്ങനെ പുള്ളിക്കാരൻ മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പം നമ്മുടെ ജലജ മനസ്സിൽ വിചാരിക്കണം, എടാ ഈ വിത്ത് ഞാൻ മുള പൊട്ടിക്കില്ല എന്നിങ്ങനെ മനസ്സിൽ പറയുകയാണ് നമ്മുടെ ജലജ. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ജോത്സ്യർ ഈ വിത്ത് അടച്ച് പാത്രത്തിലാക്കിയിട്ട് നമ്മുടെ നയനയോട് പറയുകയാണ്, മോളെ ഇത് കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെക്കാൻ പറയുകയാണ്. അങ്ങനെ നയന അത് കൊണ്ടുപോയി പൂജാമുറിയിൽ വെക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ജോത്സ്യർ പറയുകയാണ്, ഈ വീട്ടിലുള്ള മറ്റ് 2 മരുമക്കൾ വന്നു കയറിയ പെൺകുട്ടികൾക്ക് മനസ്സിന് ഒരു സമാധാനവും ഈ കുടുംബത്തിലുള്ളവരിൽ നിന്നും കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ദോഷങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു പൂജയും കാര്യങ്ങളും ഒരു ക്ഷേത്രത്തിൽ വെച്ച് നടത്തണം. ക്ഷേത്രത്തിൽ വെച്ചെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ക്ഷേത്രക്കുളത്തിനകത്ത് ദീപം തെളിയിച്ച് ഇങ്ങനെ വിടുക, കല്യാണരാമൻ സിനിമയിൽ കാണിക്കുന്ന പോലെ. അപ്പോൾ അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ കുടുംബത്തിലുള്ളവർ അതിന് വേണ്ടിയിട്ട് വരണം, എല്ലാവരും വരണം എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ജോത്സ്യം പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് അന്ന് രാത്രിയാണ് കാണിക്കുന്നത്. നമ്മുടെ ജലജ മുറിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തായാലും ആ വിത്ത് മുള പൊട്ടാൻ ഞാൻ അനുവദിക്കില്ല, അങ്ങനെ ഇപ്പം നല്ലൊരു കുടുംബജീവിതം അവന് കിട്ടണ്ട എന്നിങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ ജലജ ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കുകയാണ്. അതും കൊണ്ട് പമ്മി പൂച്ച പോകുന്ന കണക്ക് നേരെ പൂജാമുറിയിലേക്ക് കയറി പോവുകയാണ്. ഇത് നമ്മുടെ അനി കാണുകയാണ്. കാരണം അനി കയ്യിലൊരു ബോട്ടിലുണ്ട്. ആ ബോട്ടിലും കൊണ്ട് അനി പൂജാമുറിയിലേക്ക് വരികയായിരുന്നു. അപ്പോൾ നമ്മുടെ ജലജയെ കയറി പോകുന്നത് കണ്ടിട്ട് അനി അവിടെ വെയിറ്റ് ചെയ്യുകയാണ്, മറഞ്ഞ് നിൽക്കുകയാണ്. എന്നിട്ട് അനി മനസ്സിൽ വിചാരിക്കുകയായിരിക്കും, എന്തിനായിരിക്കും അപ്പച്ചി ഇപ്പോൾ പൂജാമുറിയിലേക്ക് ഈ സമയത്ത് വന്നത്? അല്ലെങ്കിൽ തന്നെ അപ്പച്ചിക്ക് പൂജാമുറിയിൽ വരുന്ന ഒരു പതിവുമില്ല. അത് അപ്പച്ചിക്ക് അതത്ര ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ, എന്തായിരിക്കും നോക്കാം എന്നും പറഞ്ഞിട്ട് അനി വന്നിട്ട് ഇങ്ങനെ ഒളിഞ്ഞ് നിന്നിങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ജലജ കൊണ്ടുവന്ന് സാരിയുടെ ഇടയിൽ മറച്ച് വെച്ചിരുന്ന സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് ഇങ്ങനെ അടിക്കുകയാണ്. നമ്മുടെ ആ നെൽമണികളിലേക്ക് അടിക്കുകയാണ്. എന്നിട്ട് ഇനി കീടനാശിനിയാണോ എന്തോ സ്പ്രേ ബോട്ടിലായിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് ജലജ പറയണം, ഇനി ഇതിൽ ഓരോറ്റ നെൽമണി പോലും മുളച്ച് വരില്ല, മുള പൊട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, ഈശ്വര ഇതാരും കാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി അവിടെ നിന്ന് പമ്മി ഇറങ്ങി അങ്ങ് പോവുകയാണ്. അപ്പോൾ നമ്മുടെ അനിക്ക് ഭയങ്കര സന്തോഷമാണ്. അനി വിചാരിക്കുകയാണ്, എന്തായാലും ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചത് അപ്പച്ചി ചെയ്തത് നന്നായി, അപ്പച്ചി കൊള്ളാലോ, എന്നാലും ഇതുപോലെ എന്തെല്ലാം കള്ളത്തരങ്ങൾ മറ്റാരും അറിയാതെ അപ്പച്ചി ഇവിടെ ചെയ്ത് കൂട്ടുന്നുണ്ടായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ അനി ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയത്ത് പിറ്റേന്നാണ് കാണിക്കുന്നത്. പിറ്റേന്ന് എല്ലാവരും പൂജയ്ക്കായിട്ട് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും കുളിച്ച് ഒരുങ്ങി അതിസുന്ദരികളായിട്ട് നല്ല കൂടിയ പട്ട് സാരികളും ഒത്തിരി ആഭരണങ്ങളൊക്കെ ഇട്ട് എല്ലാവരും കൂടി പോവുകയാണ്. നമ്മുടെ കനകയും മോശമൊന്നുമല്ല. അങ്ങനെ എല്ലാവരും കൂടി പോവുകയാണ്. പോകുന്ന സമയത്തിന് ക്ഷേത്ര പരിസരത്ത് എത്തുമ്പോഴത്തേക്കും നമ്മുടെ നവ്യ പറയാണ്, എടാ അഭി, നമുക്ക് പിന്നീട് പോവാം, അവർ മുന്നേ പോട്ടെ, നമുക്ക് 2 പേർ കൂടെ പിന്നെ പോകാമെന്ന് പറയണം. അപ്പോൾ അഭി ചോദിക്കണം, അതെന്താ അങ്ങനെ? നമുക്ക് 2 പേർ കൂടെ ചുറ്റിയാണ്ടെന്ന് ഈ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടൊക്കെ ഒന്ന് കാണാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ പിന്നെ ആവട്ടെ എന്ന് അഭി പറയണം. അപ്പോൾ നവ്യ പറയണം, പറ്റില്ല, നീ ഇപ്പം തന്നെ എൻ്റെ ഒപ്പം വന്നേ പറ്റുള്ളൂ എന്ന് പറയണം. അങ്ങനെ സഹിയിട്ട് നമ്മുടെ അഭി കൂടെ ചെല്ലുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഒരു മാവാണ് കാണിക്കുന്നത്. ആ മാവിൽ ഇങ്ങനെ ചൂണ്ടിയിട്ട് നവ്യ പറയണേ, ദേ നിൽക്കുന്നു, കണ്ടില്ലേ എൻ്റെ മണ്ടയിൽ നല്ല മാങ്ങ വയ്ക്കുന്നു, പറിച്ച് താടാ, എനിക്ക് തിന്നണം എന്നിങ്ങനെ പറയണേ. അപ്പോൾ അഭി പറയാണ്, മാങ്ങ പറിക്കാനോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഇവിടെ മാങ്ങ പറിക്കാൻ വേറെ ആരെയും കാണുന്നില്ല, എന്നാൽ പിന്നെ നിനക്ക് കയറിക്കൂടെ? എനിക്ക് മാവി കയറാനൊന്നും അറിയില്ല.
അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഗർഭിണിയായ ഭാര്യയ്ക്ക് ഒരു മാങ്ങ തിന്നണമെന്ന് പറഞ്ഞാൽ ഏത് വലിയ മാവിലാണെങ്കിലും ഭർത്താവ് കയറി പറിച്ച് തന്നേ പറ്റൂ. നീ എനിക്ക് മാങ്ങ പറിച്ച് തന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് കട്ടായം നിൽക്കുകയാണ് നമ്മുടെ നവ്യ. അങ്ങനെ നമ്മുടെ അഭി നവ്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അഭി ഒടുവിൽ മരത്തിൽ കയറുകയാണ്. അങ്ങനെ അള്ളിപ്പിടിച്ച് പുള്ളിക്കാരൻ മരത്തിൽ കയറുകയാണ്. അങ്ങനെ മണ്ടേ കയറിയിട്ട് 2-3 മാങ്ങയൊക്കെ പൊട്ടിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഒരാൾ താഴേക്ക് വരികയാണ്. താഴെ വന്നിട്ട് ആൾ പറയുകയാണ്, എന്താടാ മരത്തിൻ്റെ മണ്ടയിൽ, എടാ കള്ള ഇറങ്ങടാ താഴേക്ക് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അഭി പറയണം, അയ്യോ ഞാൻ കള്ളനല്ല എന്നിങ്ങനെ പറയുകയാണ്. ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് അവൾ പറഞ്ഞിട്ട് മാങ്ങ പറിക്കുകയാണെന്ന് പറയണം. അപ്പോൾ ആ ആളിങ്ങനെ നവ്യെ നോക്കിയിട്ട് പറയണം, തന്നെ കൊച്ചെ നീ പറഞ്ഞിട്ടാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നവ്യ പറയണേ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അവിടെ നിന്ന് മുങ്ങിയാണ്. അഭി മാങ്ങയും കൊണ്ട് ഇറങ്ങി താഴെ എത്തുകയാണ്. അങ്ങനെ പുള്ളിക്കാരൻ വഴക്ക് പറയണം, എടാ ഈ മാങ്ങ ഞങ്ങൾ പിന്നെ കച്ചവടം നടത്തി നിർത്തിയിരിക്കുകയാണ്, നീ എന്തിനാടാ ഈ മാവി കയറി പറിച്ചത് എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ അഭി പറഞ്ഞു, എൻ്റെ ഭാര്യ പറഞ്ഞിട്ട് അവൾ ഗർഭിണിയാണ്, അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാങ്ങ പറിക്കാനായിട്ട് കയറിയതെന്ന് പറയുന്നത്. അപ്പോൾ അയാൾ പറയണേ, എടാ നിൻ്റെ ഭാര്യയ്ക്ക് ഗർഭം ഉണ്ടെങ്കിലുണ്ടല്ലോ അവൾക്ക് മാങ്ങ കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല, നിനക്ക് വേണമെങ്കിൽ നീ വല്ല മാർക്കറ്റിലും പോയി മേടിക്ക് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയണേ, എൻ്റെ പൊന്നു ചേട്ടാ 2 മാങ്ങയെ പറിച്ചോളൂ, ഇതിന് എത്ര രൂപയാണെന്ന് വെച്ചാൽ ചേട്ടൻ പറ, ഞാനത് തരാം എന്നിങ്ങനെ പറയണം. എന്നാൽ 200 രൂപ താ. 200 രൂപയെ, അതും 2 മാങ്ങയ്ക്ക്? അതെ, നിനക്ക് വില കൂടിപ്പോയെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഒരു മാങ്ങയെങ്കിൽ എനിക്ക് താ, എന്നിട്ട് നീ 100 രൂപ താ എന്നിങ്ങനെ പറയണം. അപ്പോൾ അഭി പറയണ്, ഇതെന്തൊരു പറിച്ചില്ല, ഒരൊറ്റ മാങ്ങയ്ക്ക് 100 രൂപയെ? ഞങ്ങളുടെ സാധനം ഞങ്ങളോട് അനുവാദം ചോദിക്കാതെ നീ കയറി പറിച്ചില്ലേ, 100 രൂപ താ എന്നിങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ അഭി 100 രൂപ കൊടുക്കുകയാണ്. അതിനുശേഷം എടി നവ്യേ എന്ന് പറഞ്ഞിട്ട് അഭി അവിടെ നിന്ന് വരികയാണ്. അങ്ങനെ എല്ലാവരും പൂജാ സ്ഥലത്തുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള ക്ഷേത്രക്കുളത്തിൻ്റെ കരയിലാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ പൂജാരി പറയുകയാണ്, ശരിക്കും പറയുകയാണെങ്കിൽ ഈ പൂജകളും കാര്യങ്ങളുമൊക്കെ ഇതൊക്കെ ഒരു സ്പെഷ്യൽ പൂജയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും തമിഴ്നാട്ടിൽ മധുരയിലൊക്കെ ഉള്ള ഭാഗത്തൊക്കെ ചെയ്യുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ മൂർത്തി സാറ് മധുര ഭാഗത്തുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെയുള്ള പൂജകളിലും കാര്യങ്ങളിലൊക്കെ നല്ല വിശ്വാസമാണ്. പക്ഷേ അദ്ദേഹം ഒന്നും പൂജയിൽ പങ്കെടുക്കാൻ വന്നിട്ട് കൂടിയില്ല. സാധാരണ ഇങ്ങനെ ഒരു പൂജ നടക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കലും മുന്നിൽ നിൽക്കുക, ഇന്ന് എന്ത് പറ്റിയോ എന്തോ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം പൂജാരി പൂജകളൊക്കെ നടത്തുകയാണ്. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, വിവാഹം കഴിഞ്ഞ ദമ്പതികൾ കഴുത്തിൽ പരസ്പരം മാല അണിയണം. മാല അണിഞ്ഞതിന് ശേഷം ഒരു ദീപം കത്തിച്ച് തരും. അതിങ്ങനെ ഈ ജലത്തിലൂടെ ഒഴുക്കി വിടണം. അത് ഇങ്ങനെ ഓളങ്ങളിൽ പെട്ട് അണയാതെ ദീപം എത്രത്തോളം ദൂരം പോവോ അത്രത്തോളം നിങ്ങൾ തമ്മിൽ മാനസികമായിട്ട് നല്ല അടുപ്പം ഉണ്ടാവും എന്നിങ്ങനെ പറയുകയാണ്. നവ്യ ഗർഭവതി ആയതുകൊണ്ട് നവ്യ അത് ചെയ്യേണ്ടെന്നും പറയുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് പറയുകയാണ്, നമ്മുടെ പുതിയ ചെറുക്കനും പുതിയ പെണ്ണുമാണ് ആദ്യം ഇങ്ങോട്ട് വരേണ്ടത്. അവർ കല്യാണം കഴിയാത്തതുകൊണ്ട് മാല പരസ്പരം മാറണ്ട, പകരം ദീപം ഒഴിക്കാൻ മാത്രം മതി എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ അനിയയും അനാമികയും അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അനിയുടെ മനസ്സിൽ നല്ല സങ്കടത്തിലിരിക്കുകയാണ്. അനിക്ക് ഒട്ടും താല്പര്യമില്ല. എന്നാലും 2 പേരും കൂടി അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ പൂജാരി പറയുകയാണ്, മാല എടുത്തു കൊടുക്കാൻ പറയുകയാണ്. നമ്മുടെ ആദർശിൻ്റെ നയനിയുടെയും കയ്യിലേക്ക് പരസ്പരം മാറാനായിട്ട് മാല എടുത്തു കൊടുക്കാനായിട്ട് പറയുകയാണ്. അത് കാണിച്ചപ്പോഴത്തേക്ക് എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ പത്തരമാറ്റ് സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായവർ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. ആരെങ്കിലും മറന്നുപോയി ലാസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ മറന്നു വെച്ചിട്ട് പോവരുത്. ദയവായിട്ട് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ലൈക്ക് തരണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് തന്നോളൂ. അതുപോലെ നമ്മുടെ ചാനലിനെ പറ്റി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവുമായിട്ടും രാത്രിയിൽ പ്രൊമോ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.